റജി നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ചൂടായ എണ്ണ ഒഴിക്കാം, വെളിച്ചെണ്ണ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സൈഡിൽ ഞണ്ട് നമ്മൾ ചൂടാക്കാൻ വേണ്ടി വെക്കണം. ഞണ്ട് കറിയാണല്ലോ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഞണ്ട് ഇത്ര വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണത്. ഇച്ചിരി ഉപ്പിട്ടിട്ട് വേണോ വേവിക്കാൻ? അതെ, ഈ കടുകും ഇതും നമ്മൾ കോമൺ ആയിട്ടൊരു ഇതാണ്. ഈ വെളിച്ചെണ്ണ മൂത്ത് കഴിയുമ്പോൾ പൊട്ടിക്കുന്ന സാധനം. നമ്മുടെ കോഴിക്കോട് കണ്ണൂർ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഉലുവയും പെരിഞ്ചീരകം പൊട്ടിക്കണം. ഇരുവും കടുക് അധികം ഉപയോഗിക്കില്ല അവർ. കടുക് അവർ വെജിറ്റേറിയൻ കറികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കണം. അത് നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ കോട്ടയം, പാല, ഈ എറണാകുളം സൈഡിലൊക്കെ ഇത് ഇങ്ങനെയാണ്. നമ്മൾ എല്ലാ സ്റ്റൈലും ഉണ്ടാക്കാം നമുക്ക്. വെളിച്ചെണ്ണ നോക്കുമ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഇട്ട് പൊട്ടിച്ചിട്ടാണല്ലോ ഇടണേ. കടുക് പൊട്ടി വന്നു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കേട്ടോ അത്. അതുപോലെ സവാളയും തക്കാളി. നമ്മളിതേ ഇത്രയും ഞണ്ടിനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇനി നമ്മളിത് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ചെടുത്തിട്ട് അത് അരപ്പാക്കും. എന്നിട്ട് അത് റോസ്റ്റ് ആക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എൻ്റെ സവാളയൊക്കെ നല്ല ഇത് വഴറ്റി ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള പൊടികൾ ചേർക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് മറ്റേ. ഇവിടെ ഇച്ചിരി കൂടുതലാണ്. ഇത് കൂടുതലുള്ളവർക്ക് മറ്റേ ഒരു സ്പൂണും കാശ്മീരി ഒരു സ്പൂണും ഉപയോഗിച്ചാൽ മതി. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇച്ചിരി ഫിഷ് മസാലയും കൂടെ ഒരു സ്പൂണ് ഫിഷ് മസാലയും കൂടെ ചേർക്കണേ. ഒരു 2 സ്പൂണ് ചേർത്ത് കുഴപ്പമില്ല. എന്നിട്ട് ശരിക്കും ഇളക്കുക. ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കണം. മസാല ഒക്കെ ഒന്ന്. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാനുണ്ട്. കുറച്ച് പകുതി എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ച് അരപ്പൊന്ന് അരച്ചെടുക്കും. മസാല അരച്ചിട്ടുണ്ട്. പകുതി ഇതിൻ്റെ അകത്തുണ്ട്, പകുതി അരച്ചു. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം. നല്ല ഒരു പ്രത്യേക ഇതിലേക്ക് വരും. ഗ്രേവിയൊക്കെ ഞണ്ടിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ശകലം ഇതിൻ്റെ അകത്ത് വെള്ളം കൂടെ വെച്ചിട്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക. അതിനിപ്പോൾ ഞണ്ട് വെന്തിട്ടുണ്ട്. ഞണ്ട് ഇവിടെ വെന്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞണ്ടും കൂടെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് അതിൻ്റെ വെള്ളം എടുക്കണ്ട, അല്ലാതെ എടുത്തിടാം. ചെറുതായിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഞണ്ട് റോസ്റ്റ് റെഡിയാണ്. ഞങ്ങൾ ഇച്ചിരി ഒഴിക്കാറുണ്ട്. ഉപ്പ് ചേർത്തിട്ടുള്ളൂ. വെള്ളം പറ്റിക്കാം. ചില നിന്ന വെള്ളം പറ്റിക്കുള്ളൂ.